പെട്ടെന്ന് അമ്മ വിളിക്കുന്നതവൻ കേട്ടു. ആര്യ, ആര്യഭട, അകത്തേക്ക് വരൂ, നേരം വൈകി. പക്ഷേ ആ കുട്ടി അനങ്ങിയില്ല. അവന് മുകളിൽ എണ്ണമറ്റ നക്ഷത്രങ്ങൾ ആകാശത്തുടനീളം ചിതറിക്കിടക്കുന്ന വിളക്കുകൾ പോലെ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം മിന്നൽ പോലെ ഉദിച്ചു. ഈ വെളിച്ചങ്ങൾ വിളക്കുകളാണെങ്കിൽ ആരാണവ തെളിയിക്കുന്നത്? അന്ന് രാത്രി നക്ഷത്രങ്ങളെ ഉറ്റുനോക്കി നിന്ന ആ ചെറിയ കുട്ടി എന്നെങ്കിലും ഒരിക്കൽ ഈ ലോകം വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അധ്യായം 1. കുസുംപുരത്തെ ജിജ്ഞാസുവായ കുട്ടി. മറ്റു കുട്ടികളെപ്പോലെയായിരുന്നില്ല ആര്യഭടൻ. അവർ ഓലപ്പടക്കങ്ങൾ ഉണ്ടാക്കി കളിക്കുമ്പോൾ ആര്യ കളിപ്പാട്ടങ്ങൾക്ക് പകരം ചോദ്യങ്ങൾക്ക് പിന്നാലെയായിരുന്നു. അവൻ മണ്ണിൽ വൃത്തങ്ങൾ വരയ്ക്കും. അവൻ കളിക്കുകയാണെന്നാണ് ഗ്രാമവാസികൾ കരുതിയിരുന്നത്. എന്നാൽ ആര്യ തന്നോട് തന്നെ മന്ത്രിക്കുമായിരുന്നു, ഇതൊരു വൃത്തമാണെങ്കിൽ ഇതിന്റെ ഹൃദയത്തെ നമ്മൾ എങ്ങനെ അളക്കും? നിഴലുകളെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ സമയത്തെക്കുറിച്ച് പഠിച്ചു. വെള്ളത്തിൽ സൂര്യന്റെ പ്രതിബിംബം ഇളകുന്നത് നോക്കി അവൻ കോണുകളെ മനസ്സിലാക്കി. അവന് ചുറ്റുമുള്ള ലോകം കെട്ടുകഥകളിൽ വിശ്വസിച്ചിരുന്നു. ഭൂമി പരന്നതാണ്, ദൈവങ്ങൾ ഗ്രഹങ്ങളെ ആകാശത്തിലൂടെ വലിച്ചുകൊണ്ടു പോകുന്നു, ഗ്രഹണസമയത്ത് രാഹു ചന്ദ്രനെ വിഴുങ്ങുന്നു. ആര്യക്കെല്ലാം നിശബ്ദനായി കേട്ടു. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി ആളിക്കത്തുന്നുണ്ടായിരുന്നു. ആകാശം ഒരു മായാജാലമല്ല, അതൊരു പ്രഹേളികയാണ്. അധ്യായം 2. നളന്ദയിലേക്കുള്ള യാത്ര. 16-ാം വയസ്സിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ മഹാവിഹാരത്തിലേക്ക് ആര്യഭടൻ യാത്ര തിരിച്ചു. ആയിരക്കണക്കിന് ബുദ്ധിമാനന്മാർ, ദൂരദേശങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ, അറിവ് നിറഞ്ഞ നിശബ്ദത. നളന്ദ അറിവിന്റെ ഒരു ക്ഷേത്രം തന്നെയായിരുന്നു. പ്രവേശന കവാടത്തിൽ വെച്ച് ഒരു വൃദ്ധനായ സന്യാസി അവനോട് ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനാണിവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ആര്യൻ തലകുനിച്ച് മറുപടി പറഞ്ഞു, ആകാശം എന്തിനാണ് ചലിക്കുന്നത്, അല്ലെങ്കിൽ അത് ശരിക്കും ചലിക്കുന്നുണ്ടോ എന്നെനിക്കറിയണം. സന്യാസി മെല്ലെ പുഞ്ചിരിച്ചു. ഈ ചുവരുകൾക്കുള്ളിൽ ഞങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ അവയെ ആരാധിക്കുന്നു. അങ്ങനെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ യാത്ര അവിടെ തുടങ്ങി. അധ്യായം 3. ഒരു പ്രതിഭയുടെ ജനനം.